ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പൊരിച്ച പത്തിരി അഥവാ നെയ്പത്തിരി എന്നൊക്കെ പറയുന്ന ഒരു സ്നാക്കാണ്. അതായത് വൈകുന്നേരങ്ങളിൽ നമുക്ക് സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇത് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന പോലെയൊക്കെ തന്നെ തയ്യാറാക്കി എടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. പൊരിച്ച പത്തിരി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മുറി തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി ഒരു 8 എണ്ണം, 2 അല്ലി വെളുത്തുള്ളി, ജീരകം 1 സ്പൂൺ. ഇത് ഇനി മിക്സിയിലിട്ടൊന്ന് നല്ല രീതിയിൽ ചതച്ചെടുക്കാം. ഇത് നല്ലതുപോലെ അരഞ്ഞ് ഫൈൻ പേസ്റ്റ് പോലെ ഒന്നും ആയി പോകരുത്. ചതച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. പൊരിച്ച പത്തിരി തയ്യാറാക്കുന്നതിന് ഞാൻ 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചിട്ടുള്ള അരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വറുത്തിട്ട് വേണം അതെടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ 2 ടേബിൾ സ്പൂൺ റവ കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. നമ്മുടെ പത്തിരിയുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. ഇനി മാവ് റെഡിയാക്കുന്നതിനായിട്ട് നമുക്ക് ഒരു വലിയ പാത്രം എടുക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1.5 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന അനുപാതത്തിൽ വേണം നമുക്കിതെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണ എന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ നെയ്യ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ ഇത് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് ഇനി നമ്മൾ ഇതിലേക്ക് മാവെല്ലാം ഇടാൻ പോകുന്നത്. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. മാവ് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ കുറച്ച് നേരം നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഇരിക്കാനായിട്ട് അനുവദിക്കുക. അതായത് നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് കുറച്ച് നേരം ഈ മാവ് വെന്ത് കിട്ടേണ്ടതുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അവിടേക്കാണ് ഈ മാവ് ഇടേണ്ടത്. അതായത് നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് കുഴയ്ക്കുന്നതിലും നല്ല വൃത്തിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇടുന്നത്. ഇനി നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടോട് കൂടി തന്നെ മാവ് കുഴച്ചെടുക്കാം. മാവിൻ്റെ ചൂട് പോയിട്ടാണ് നമ്മൾ കുഴയ്ക്കുന്നതെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുകയില്ല. ഇനി കൈ ചൂട് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ഇടയ്ക്ക് കൈ അതിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ചൂട് അറിയാണ്ട് കുഴച്ചെടുക്കാൻ സാധിക്കും. ഇനി കുറച്ച് അരിപ്പൊടി വിതറിയ ശേഷം വേണം നമുക്ക് പത്തിരിക്കുള്ള മാവ് പരത്തിയെടുക്കാനായിട്ട്. ഇതിനായിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന കമ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. കട്ടിക്ക് പരത്തിയെടുക്കണം. ഇത് തീരെ നൈസ് കനത്തിലായി പോകരുത്. ഏകദേശം 1.5 ഇഞ്ച് കനത്തിലൊക്കെ വേണം നമുക്ക് പത്തിരിക്കുള്ള മാവ് പരത്തിയെടുക്കേണ്ടത്. പരത്തിയെടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു പാത്രമോ ഗ്ലാസ്സോ അല്ലെങ്കിൽ കുക്കി കട്ടറോ ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വരുന്ന മാവ് വീണ്ടും നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുത്ത ശേഷം വീണ്ടും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. കട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്താ ഇങ്ങനെ ആട്ടോ ഉണ്ടാവുക. ഈ കരിഞ്ജീരകം ഇല്ലേ, കരിഞ്ജീരകം അല്ലെങ്കിൽ കറുത്ത എള്ള് അതൊക്കെ ഇടുവാണെങ്കിലുണ്ടല്ലോ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ ഇടാഞ്ഞത്. ഇനി നമുക്ക് പത്തിരി പൊരിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് അടി കട്ടിയുള്ളൊരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് ഇനി പത്തിരി മുങ്ങി പൊരിയാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് പത്തിരി ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. ഇല്ലെങ്കിൽ പുറം നല്ല പോലെ മൂത്ത് ചുവന്നൊക്കെ വന്നിട്ട് ഉള്ളു വേകാണ്ടിരിക്കും. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പം തന്നെ നമ്മുടെ പത്തിരി പൊന്തി വരും. അതായത് എണ്ണയിൽ നിന്ന് പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്നിട്ടില്ല, താഴെ തന്നെ കിടക്കുകയാണെങ്കിൽ എണ്ണ ഓവറായിട്ട് കുടിക്കും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചൂടാണ് ആ എണ്ണയ്ക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എണ്ണ കുടിക്കാത്ത പത്തിരി തന്നെ നമുക്ക് കിട്ടും. ഇനി തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും അത് നമുക്ക് വാങ്ങി പാത്രത്തിലേക്ക് വയ്ക്കാം. ബാക്കിയുള്ള പത്തിരിയും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഞാൻ ചെറിയ പാത്രം എടുത്തതുകൊണ്ട് ഒരു പത്തിരി വീതമാണ് ഇതിലേക്ക് ഇട്ട് പൊരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പത്തിരി എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ കാപ്പിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയുടെ കൂട്ടത്തിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതിപ്പോൾ നോക്കി, ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഉണ്ടാവുക. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റായി അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്